ഈ സീസണിലെ 60ാം മത്സരം ഇന്നലെ അവസാനിച്ചപ്പോൾ പ്ലേ ഓഫ് സിനാരിയോ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും പുതിയ പോയിന്റ് ടേബിൾ നോക്കാം. നിലവിൽ ചെന്നൈ, രാജസ്ഥാൻ, ഹൈദരാബാദ്, കൊൽക്കത്ത തുടങ്ങി 4 ടീമുകൾ എലിമിനേറ്റ് ആവുകയും ഗുജറാത്ത്, RCB, പഞ്ചാബ് തുടങ്ങി 3 ടീമുകൾ ക്വാളിഫൈ ആവുകയും ചെയ്തിട്ടുണ്ട്. സോ 7 ടീമുകളുടെ കാര്യം തീരുമാനമാണ്. ശേഷിക്കുന്ന 3 ടീമുകളിൽ 4th സ്പോട്ടിന് വേണ്ടി പോരാടുന്നത് ലക്നൗ, മുംബൈ, ഡൽഹി തുടങ്ങി 3 ടീമുകളാണ്. മുംബൈക്കാണ് ഇതിൽ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമായി നിൽക്കുന്നത്. 2 മാച്ച് അവർക്ക് ശേഷിക്കുമ്പോൾ ഒന്നുകിൽ 2 മാച്ചും വിജയിക്കുക, അല്ലെങ്കിൽ ഡൽഹിയുമായുള്ള ക്രോസ് മത്സരം വിജയിക്കുക എന്നതാണ് മുംബൈ ചെയ്യേണ്ടത്. അങ്ങനെ വന്നാൽ പിന്നെ പഞ്ചാബുമായുള്ള ഗെയിം MI തോറ്റാലും LSG പിന്നെ ഒരു ഗെയിം കൂടി തോറ്റാൽ 16 പോയിന്റോടെ മുംബൈക്ക് 4th ടീമായി ക്വാളിഫൈ ആകാൻ പറ്റും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 90% ക്വാളിഫിക്കേഷൻ സാധ്യത മുംബൈക്കാണ്. ഡൽഹി ഇന്നലെ തോറ്റതാണ് അവർക്ക് വലിയ ക്ഷീണം വരുത്തിയിരിക്കുന്നത്. അടുത്ത 2 മത്സരവും ഡൽഹി വിജയിച്ചാൽ മാത്രമേ അവർക്ക് സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ MI 2 ഗെയിമും തോൽക്കണം. MI ഒരു ഗെയിം തോറ്റിട്ടും കാര്യമില്ല. അങ്ങനെ വന്നാൽ MIയുടെ 16 പോയിന്റ് മറികടക്കാൻ ഡൽഹിക്ക് 17 പോയിന്റിലേക്ക് എത്തണം. അതിനുശേഷിക്കുന്ന 2 മത്സരവും ഡൽഹി വിജയിക്കുകയും ചെയ്യണം. പഞ്ചാബാണ് മുംബൈയുടെയും ഡൽഹിയുടെയും കോമൺ ഒപ്പോണന്റ്. സോ 4th ടീം ആരാണെന്ന് നിശ്ചയിക്കാൻ പോകുന്നത് പഞ്ചാബ് ആയിരിക്കും. LSGക്ക് ഇനി വരുന്ന 3-ൽ 3 വിജയിച്ച് മുംബൈ 2 ഗെയിമും ഡൽഹി 1 ഗെയിമും തോറ്റാലായിരിക്കും പ്ലേ ഓഫ് സാധ്യതയുണ്ടാകൂ. ഈ സീസണിൽ ഒട്ടും സ്ഥിരതയില്ലാതെ കളിച്ച LSGക്ക് ടോപ്പ് ഫോമിൽ നിൽക്കുന്ന ഗുജറാത്ത്, RCB എന്നിവരാണ് 2 മത്സരത്തിൽ എതിരാളികൾ എന്നത് കാര്യങ്ങൾ കുറെ കൂടി ടൈറ്റ് ആക്കുന്നുണ്ട്. അത്ഭുതകരമായ പെർഫോമൻസും ഒപ്പം ഭാഗ്യവും ഉണ്ടായാൽ മാത്രമേ LSG പ്ലേ ഓഫിൽ കാണൂ. ടോപ്പിൽ നിൽക്കുന്ന 3 ടീമുകളിൽ ആര് എലിമിനേറ്ററിലേക്ക് പോകുമെന്നത് ഇനി ഉറ്റുനോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഗുജറാത്തിന് ഇനി ചെന്നൈയും ലക്നൌവും, RCBക്ക് SRHും ലക്നൌവും, പഞ്ചാബിന് ഇനി ഡൽഹിയും മുംബൈയുമായിട്ടാണ് മത്സരങ്ങൾ വരുന്നത്. GTക്ക് മാക്സിമം 22 വരെയും RCB, പഞ്ചാബ് എന്നിവർക്ക് 21 വരെയും പോകാൻ പറ്റും. സോ ഇതിൽ ആര് ഇനി മത്സരം തോക്കുന്നോ അവർക്ക് പണി കിട്ടാനായിരിക്കും പോകുന്നത്. കാരണം എലിമിനേറ്റർ ഡയറക്റ്റ് നോക്കൌട്ട് ആണ്. ആൻഡ് അവിടെ മോസ്റ്റ് പ്രോബബിളി മുംബൈ ആയിരിക്കും വരുന്നതും.